ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ ജനസമ്പർക്ക പരിപാടിയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇദ്ദേഹം പത്തനംതിട്ട ജനസമ്പർക്ക പരിപാടിയിൽ എന്തെല്ലാം ഒരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. മുഖ്യമന്ത്രിയുടെ രണ്ടാം തവണ നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരുക്കേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തിച്ചേർന്ന് ക്രമീകരണങ്ങൾ എത്രത്തോളമായി എന്ന് പരിശോധിക്കുകയുണ്ടായി. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പരാതി നൽകിയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി നേരിട്ട് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ നിന്ന് ചില ആളുകൾ ഇപ്പോൾ വിട്ടുനിൽക്കാൻ വേണ്ടിയുള്ള ആഹ്വാനവുമായി മുമ്പോട്ട് വരുന്നുണ്ട്. അത് ജനങ്ങളോട് കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ ജില്ലയിലെ പാവപ്പെട്ട ആളുകൾ നൽകിയിട്ടുള്ള പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ബഹുമാന്യായ മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടവർ ഇത് വിട്ടുനിൽക്കുന്നത് എന്തായാലും ശരിയായ ഒരു നടപടിയായി ഞാനതിനെ കാണുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടി പത്തനംതിട്ട ജില്ലയിൽ നന്നായി അതിഗംഭീരമായി ഇവിടെ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.